അന്ന് ആ റിപ്പോർട്ടിൽ സാജിദിന്റെ റിപ്പോർട്ടിൽ ഒരു തങ്കമ്മയായിരുന്നു, ജിൽസി അവരുടെ പേര് തങ്കം എന്നായിരുന്നു, ഒരു പ്രായമായ സ്ത്രീ കരയുന്നുണ്ടായിരുന്നു. വോട്ടർ പട്ടികയിൽ വോട്ട് നഷ്ടപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ അങ്ങേയറ്റം ഹൃദയം പൊട്ടി കരയുന്ന ഒരു പ്രായം ചെന്ന ഒരു അമ്മയെ കണ്ടിരുന്നു അന്ന് സാജിന്റെ റിപ്പോർട്ടിൽ. അവർക്കൊക്കെ സന്തോഷമായി കാണും. അപ്പോൾ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം, ഈ നടപടി വന്നതിന് ശേഷം അവരുമായി സംസാരിച്ചിരുന്നോ? അവരുടെ പ്രതികരണം വല്ലതും എടുത്തിരുന്നോ? എന്താണ് അവർക്ക് പറയാനുള്ളത്? സൈഫുദ്ദീൻ, അത് പല്ലശ്ശേന പഞ്ചായത്തിലാണ്. അവർക്കും വോട്ട് പുനഃസ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷണം നടത്തിയതിൽ ഈ രമേശ്, ഈ 2 ആളുകൾ അന്ന് ഈ മരിച്ചു എന്ന് പറഞ്ഞ് വോട്ട് വെട്ടുമാറ്റിയിരുന്നു. അതിൽ രമേശിന്റെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ തങ്കയുടെ കാര്യത്തിൽ ഈ പരിശോധിച്ച ശേഷം വേണം പറയാൻ. കാരണം അവർക്ക് അതേക്കുറിച്ചൊന്നും അറിയില്ല. മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെല്ലാം തന്നെ വോട്ടർ പട്ടിക പരിശോധിക്കുന്നുണ്ട്. അവരുടെയും പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ വലിയ സന്തോഷം തന്നെയാണ്. കാരണം ഇത്ര പ്രായത്തിൽ ഈ മരിച്ചു എന്ന് പറഞ്ഞ പേര് വെട്ടിയതിന്റെ ഒരു സങ്കടം അവർക്കുണ്ട്. ഈ തനിക്ക് ആകെയുള്ള ഒരു അധികാരം എന്ന് പറയുന്നത് വോട്ട് ചെയ്യാനുള്ള അധികാരമാണ് എന്ന് അവർ പറഞ്ഞിരുന്നു. അതും ഈ അന്വേഷിച്ചിരുന്നു. അത് പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ വാർത്തയും നമുക്ക് ഉടൻ തന്നെ പങ്കുവയ്ക്കാൻ കഴിയും. എന്തായാലും ആ പല്ലശ്ശനയിലെ അവരുടെ വോട്ട് കൂടെ പുനഃസ്ഥാപിക്കുമോ എന്നുള്ളത് കൂടെ നോക്കാം. എന്തായാലും ഈ തെരുവ് വാർഡിലെ 62 പേരുടെ വോട്ടുകൾ കന്നി വോട്ടർമാരടക്കം അതിൽ ഉൾപ്പെട്ടിരുന്നു. അവരൊക്കെ